കെ.സി. വേണുഗോപാൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകുമെന്ന് ഏതാണ്ട് ഉറപ്പാണ്. കാരണം കേരളത്തിൽ UDF-ന് 102 അംഗങ്ങളുണ്ട്, 2/3 ഭൂരിപക്ഷമുണ്ട്. അതിൽ തന്നെ മുഖ്യമന്ത്രി സ്ഥാനം കോൺഗ്രസിനാണ്. കോൺഗ്രസിന് 63 MLA-മാരാണുള്ളത്. അതിൽ 42 പേരും കെ.സി. വേണുഗോപാലിനെയാണ് അനുകൂലിക്കുന്നത്. അദ്ദേഹത്തിന് ആകെയുള്ള എതിർപ്പ് മുസ്ലിം ലീഗ് അതിശക്തമായിട്ട് VD സതീശനെ മുഖ്യമന്ത്രിയാക്കണം എന്ന് ആഗ്രഹിക്കുന്നുവെന്ന് മാത്രമാണ്. അതിനെയൊക്കെ ഓവർകം ചെയ്യാനുള്ള അല്ലെങ്കിൽ ലീഗിനെ അവരുടെ വരുതിക്ക് വരുത്താനുള്ള പല തന്ത്രങ്ങളും കോൺഗ്രസിലെ ദേശീയ നേതൃത്വം ആവിഷ്കരിക്കുമെന്ന് ഉറപ്പാണ്. ഈ സമയത്ത് കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രിയാവും എന്നുള്ളത് ഏതാണ്ട് ഉറപ്പാണ്. ആരാണ് കെ.സി. വേണുഗോപാൽ? വേണുഗോപാൽ കോൺഗ്രസിൻ്റെ റാങ്കിങ്ങിൽ ഒരു 3-ാമനാണെന്ന് പറയാം. കാരണം കോൺഗ്രസിലെ റാങ്കിങ്ങിൽ എപ്പോഴും രാഹുൽ ഗാന്ധിയാണ് 1-ാമൻ. സോണിയാഗാന്ധി ഒന്നും ഇപ്പം സജീവമായിട്ട് കോൺഗ്രസിൻ്റെ പ്രവർത്തനം ഏറ്റെടുത്ത് നടത്തുന്നില്ല. പിന്നെ കോൺഗ്രസിൻ്റെ പ്രസിഡന്റാണ് 2-ാമൻ. പ്രസിഡന്റ് കഴിഞ്ഞാൽ പിന്നെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ് കോൺഗ്രസിലെ 3-ാമൻ. അപ്പോൾ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് കെ.സി. വേണുഗോപാലാണ്. ഇനി കെ.സി. വേണുഗോപാലിനെ മാറ്റി പ്രിയങ്ക ഗാന്ധിയെ കോൺഗ്രസിൻ്റെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ആക്കണം എന്ന ആവശ്യം ഉയർന്നിട്ടുണ്ട്. അതേപോലെ തന്നെ അതല്ലെങ്കിൽ മുകുൾ വാസ്നിക്കിനെയോ അല്ലെങ്കിൽ മാക്കനെയോ അതല്ലെങ്കിൽ സച്ചിൻ പൈലറ്റിനെയൊക്കെ ജനറൽ സെക്രട്ടറി ആക്കണം, സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ആക്കണം എന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട്. ആരാണ് കെ.സി. വേണുഗോപാൽ? കെ.സി. വേണുഗോപാലിനെ കോൺഗ്രസിന്റെ സംഘടനാ ജനറൽ സെക്രട്ടറി എന്ന ചുമതലയിലേക്ക് കൊണ്ടുവരുന്നതിൽ നേരത്തെ തന്നെ കോൺഗ്രസിന്റെ സോണിയാഗാന്ധിയുടെ അടുത്ത ആളായിരുന്ന, കോൺഗ്രസിന്റെ രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്ന, സംഘടനാ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്ന അഹമ്മദ് പട്ടേൽ, അഹമ്മദ് പട്ടേലിനും ഒരു റോളുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. പക്ഷെ പിന്നീട് അഹമ്മദ് പട്ടേലിന് കെ.സി. വേണുഗോപാലിനെ താൻ ഇങ്ങോട്ട് എങ്ങനെയൊക്കെ കൊണ്ടുവന്നതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് പശ്ചാത്തപിക്കേണ്ടി വന്നു എന്നും പലരും പറയുന്നുണ്ട്. കെ.സി. വേണുഗോപാൽ നേരത്തെ പയ്യന്നൂർ കോളേജിലെ KSU പ്രവർത്തകനായിട്ടാണ് തുടങ്ങുന്നത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാൻ സ്ഥാനത്തേക്ക് അദ്ദേഹം മത്സരിച്ചിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ജയിക്കാൻ കഴിഞ്ഞില്ല. പിന്നീട് KSUവിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റും ട്രഷററും ഒക്കെ ആയി. രമേശ് ചെന്നിത്തല ഉള്ള സമയത്താണ്, രമേശ് ചെന്നിത്തല യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലിരിക്കുന്ന സമയത്താണ് കെ.സി. വേണുഗോപാലിനെ KSU പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുക്കപ്പെടുന്നത്. കെ.സി. വേണുഗോപാലിനെ കരുണാകരന് പരിചയപ്പെടുത്തുന്നതും രമേശ് ചെന്നിത്തലയാണ്. പക്ഷേ ഇതേ രമേശ് ചെന്നിത്തലയ്ക്ക് പാരയാവുകയാണ് കെ.സി. വേണുഗോപാൽ പിന്നീട് ചെയ്തത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം 2016 പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ സമയത്ത് LDF ഭരിക്കുന്ന സമയത്ത് പ്രതിപക്ഷ നേതാവ് ആരായിരുന്നു? പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയായിരുന്നു. അപ്പം തൊട്ടടുത്ത ഇലക്ഷനിൽ 2019 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF-ന് വലിയ വിജയം കൈവരിച്ചു. പക്ഷെ പിന്നീട് 2020 നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ UDF-ന് കാര്യമായിട്ടുള്ള വിജയം ഉണ്ടാകാൻ കഴിഞ്ഞില്ല. അതോടൊപ്പം തന്നെ 2021 നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ തിരിച്ചടി നേരിട്ടു. കാരണം അവർക്ക് അധികാരം തിരിച്ചു പിടിക്കാൻ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിനനുസരിച്ച് പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടിക്ക് തൊട്ടടുത്ത തവണ ഭരണം കിട്ടുന്നതായിരുന്നു പതിവ്. അങ്ങനെ 2021 ഭരണം കിട്ടുമെന്നുള്ളതായിരുന്നു പ്രതീക്ഷ. പക്ഷേ കോൺഗ്രസ്സുകാരെയൊക്കെ ചെന്നിത്തലയൊക്കെ നിരാശരാക്കിക്കൊണ്ട് UDF വീണ്ടും LDF വീണ്ടും പിണറായി വീണ്ടും അധികാരത്തിൽ തുടർന്നു. അപ്പോൾ രമേശ് ചെന്നിത്തല വീണ്ടും പ്രതിപക്ഷ നേതാവായി തുടരുകയായിരുന്നു സാധ്യത. പക്ഷേ ഈ സമയത്താണ് കെ.സി. വേണുഗോപാൽ ഇടപെട്ടിട്ട് VD സതീശിനെ പ്രതിപക്ഷ നേതാവാക്കുന്നത്. അന്ന് MLA-മാരൊക്കെ കൂടുതലും ആരുടെ കൂടെയായിരുന്നു? ചെന്നിത്തലയുടെ കൂടെ തന്നെയാണ്. ചെന്നിത്തലയെ തന്നെ നേതാവാക്കണം എന്നുള്ളതായിരുന്നു ഉമ്മൻചാണ്ടിയുടെയൊക്കെ താല്പര്യം. പക്ഷേ കുറേ MLA-മാരൊക്കെ കയ്യിലെടുത്ത് കെ.സി. വേണുഗോപാൽ കേന്ദ്രത്തിൽ അദ്ദേഹത്തിൻ്റെ സ്വാധീനമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് കെ.സി. വേണുഗോപാൽ ആരെയാക്കുകയാണ്? VD സതീശനെ ആക്കുകയാണ്. എന്തുകൊണ്ടാണ് VD സതീശനെ ആക്കിയത്? VD സതീശൻ എന്ന് പറയുന്നത് അത്ര വലിയൊരു സ്റ്റാർ അല്ല. അപ്പം അടുത്ത തവണ ഭരണം വരും, അതായത് 2026 ഭരണം വരും. ആ സമയത്ത് കെ.സി. വേണുഗോപാലിന് മുഖ്യമന്ത്രിയാവാം. അപ്പം ചെന്നിത്തലയാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവെങ്കിൽ സ്വാഭാവികമായും അദ്ദേഹത്തിന് തന്നെ അത് പോകും. ഇപ്പോൾ VD സതീശനാക്കിയാൽ VD സതീശൻ അത്രയൊന്നും ഗ്ലാമറൊന്നും ഇല്ലാത്ത ആരും അറിയാത്ത ഒരാളാണ്. ഇപ്പോൾ VD സതീശൻ്റെ കയ്യിൽ നിന്ന് വീണ്ടും ആ പദവി അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനം തനിക്ക് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു കെ.സി. വേണുഗോപാലിനുള്ളത്. അപ്പം ആരാണോ കെ.സി. വേണുഗോപാലിനെ കരുണാകരനായിട്ടൊക്കെ പരിചയപ്പെടുത്തി KSU പ്രസിഡന്റ് ആക്കുന്നതിനൊക്കെ സഹായിച്ചത് അതേ ചെന്നിത്തലയെ തന്നെയാണ് ആദ്യം കെ.സി. വേണുഗോപാൽ തള്ളിപ്പറഞ്ഞത്. മറ്റൊരു കാര്യം, 1991 അദ്ദേഹം കാസർഗോഡ് നിന്ന് കരുണാകരൻ്റെ അനുഗ്രഹാശിസ്സുകളോട് പാർലമെന്റിലേക്ക് മത്സരിക്കുകയാണ്. ചെറുപ്പക്കാരനായിരുന്നു അന്ന് കെ.സി. വേണുഗോപാൽ. പക്ഷേ കാസർഗോഡ് നിന്ന് അദ്ദേഹം പരാജയപ്പെടുന്നു. LDF സ്ഥാനാർത്ഥിയോട് അദ്ദേഹം പരാജയപ്പെടുകയാണ് കെ.സി. വേണുഗോപാൽ ചെയ്യുന്നത്. മുമ്പ് 1977 അതുപോലൊരു KSU പ്രസിഡന്റ് കാസർഗോഡ് നിന്ന് ജയിച്ചിരുന്നു. അത് കടന്നപ്പള്ളി രാമചന്ദ്രൻ. പക്ഷേ ആ പാരമ്പര്യം നിലനിർത്താൻ കെ.സി. വേണുഗോപാലിന് കഴിഞ്ഞില്ല. അദ്ദേഹം പരാജയപ്പെട്ടെങ്കിലും കേരള രാഷ്ട്രീയത്തിൽ അദ്ദേഹം അങ്ങനെ ശ്രദ്ധിക്കപ്പെടാൻ തുടങ്ങി. അദ്ദേഹം കേരളത്തിലെ മന്ത്രിയായിരുന്നു. അതിൻ്റെ ശേഷം 2009 2009
കെ.സി. വേണുഗോപാൽ ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നത്. അന്ന് കോൺഗ്രസിലെ മുടിചൂടാമന്നായി നിന്നത് അഹമ്മദ് പട്ടേലായിരുന്നു. കാരണം സോണിയാഗാന്ധിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി അദ്ദേഹം. അതായത് ഇന്ന് കെ.സി. വേണുഗോപാൽ വഹിക്കുന്ന അതേ ചുമതലയായിരുന്നു അന്ന് അഹമ്മദ് പട്ടേൽ വഹിച്ചിരുന്നത്. പക്ഷെ അദ്ദേഹം എന്ത് ചെയ്തു? പാർലമെന്റിൽ രാഹുൽ ഗാന്ധിയുടെ തൊട്ടടുത്ത് ഇരുത്തുകയാണ് അദ്ദേഹം ആരെ ചെയ്തത്? കെ.സി. വേണുഗോപാലിനെ വിളിച്ചത്. അപ്പം അത് അദ്ദേഹത്തിൻ്റെ ഒരു തീരുമാനമായിരുന്നു. പക്ഷേ ഇത്രത്തോളം ആവുമെന്ന് അദ്ദേഹം കരുതിയില്ല. അങ്ങനെ 2019 താൻ അതിൽ ഖേദിക്കുന്നു എന്ന് തൻ്റെ അടുത്ത സുഹൃത്തുക്കളോടൊക്കെ തന്നെ അഹമ്മദ് പട്ടേൽ പറഞ്ഞു എന്നാണ് അറിയുന്നത്. കാരണം കെ.സി. വേണുഗോപാൽ ഇത്ര വലിയൊരു ആളായി കഴിയും എന്ന് അദ്ദേഹത്തിന് ധരിച്ചിരുന്നില്ല. കാരണം സോണിയാഗാന്ധിയിൽ എങ്ങനെയാണോ അഹമ്മദ് പട്ടേലിന് സ്വാധീനമുണ്ടായിരുന്നത്, അത് പിന്നെ രാഹുൽ ഗാന്ധി വരുമ്പോഴേക്ക് ആ രാഹുൽ ഗാന്ധിയുടെ ആളായിട്ട് വേണുഗോപാൽ മാറിക്കഴിഞ്ഞു. അപ്പോൾ ഈ തൻ്റെ ഡൽഹിയിലുള്ള ഈ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹം കേരളത്തിലൊക്കെ തന്നെ ഓപ്പറേഷൻ നടത്തുക. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം കെ.സി. വേണുഗോപാൽ അങ്ങനെ ഒരു വലിയൊരു മാസ് ലീഡർ അല്ല അദ്ദേഹം ഒരിക്കലും. അങ്ങനെ വലിയൊരു പ്രക്ഷോഭത്തിലൂടെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കാര്യത്തിലൂടെയോ ഒന്നും അങ്ങനെ വലിയൊരു മാസ് ലീഡറായിട്ട് അദ്ദേഹം വന്നില്ല. ചില യൂത്ത് കോൺഗ്രസിൻ്റെയും KSUവിൻ്റെയും ചില പ്രക്ഷോഭങ്ങളൊക്കെ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും അങ്ങനെ ഒരു മാസ് ലീഡറായിരുന്നില്ല. വലിയ TV ചർച്ചയിലൊക്കെ വന്ന് അങ്ങനെ ഒരു താരമായിട്ടില്ല. സാമൂഹ്യ മാധ്യമങ്ങളുടെ താരമായിട്ടില്ല. അദ്ദേഹം ചെയ്തത്, അദ്ദേഹം ഒരു സംഘാടകൻ എന്ന നിലയിൽ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ കാര്യങ്ങളുടെയൊക്കെ നടത്തിപ്പുകാരൻ എന്ന നിലയിൽ ദേശീയ നേതൃത്വമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം വിവിധ സംസ്ഥാനങ്ങളൊക്കെ യാത്ര ചെയ്ത് കോൺഗ്രസിൻ്റെ സംഘടനാ കാര്യങ്ങൾ, രാഹുൽ ഗാന്ധിക്കുള്ള ആവശ്യമായ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക എന്നുള്ളതായിരുന്നു കെ.സി. വേണുഗോപാലിൻ്റെ ദൗത്യം. അപ്പം അതിൽ അദ്ദേഹം വിജയിച്ചു എന്നുള്ളതാണ്. അതേസമയത്ത് പല സംസ്ഥാനങ്ങളിലും കെ.സി. വേണുഗോപാലിൻ്റെ ഒരു പ്രശ്നം ഇപ്പോഴും തർക്ക വിഷയമായിട്ട് കിടക്കുന്നുണ്ട്. കാരണം പല നേതൃത്വമായിട്ട് അദ്ദേഹത്തിന് നല്ല രസത്തിലല്ല, പല സംസ്ഥാന നേതൃത്വങ്ങളായിട്ടും പല സ്ഥലത്തും പ്രശ്നങ്ങളുണ്ടായത്. AICC നേതൃത്വവും ഒക്കെ തർക്കമുണ്ടായത്, പ്രാദേശിക ഘടകങ്ങളായിട്ട് തർക്കമുണ്ടായി. രാജസ്ഥാനിൽ പ്രശ്നമുണ്ടായി. രാജസ്ഥാനിൽ സച്ചിൻ പൈലറ്റിനായിരുന്നു ആവേണ്ടിയിരുന്നത്, പക്ഷെ അദ്ദേഹം അശോക് ഗെഹ്ലോട്ടിനെ ആക്കി. അങ്ങനെ പല സ്ഥലത്തും ഇപ്പോഴും കർണാടകത്തിലെ പ്രശ്നങ്ങൾ നടക്കുകയാണ്. അപ്പോൾ ഇവിടെയൊക്കെ കെ.സി. വേണുഗോപാലിൻ്റെ ഒരു റോളുണ്ട് എന്നാണ് പറയുന്നത്. എന്തു തന്നെയായാലും അഹമ്മദ് പട്ടേലിനെ ഒരാൾ, അഹമ്മദ് പട്ടേലാണ് കെ.സി. വേണുഗോപാലിനെ ഉയർത്തിക്കൊണ്ടുവന്നത്. അതേ അഹമ്മദ് പട്ടേൽ തന്നെയാണ് കെ.സി. വേണുഗോപാലിനെ താൻ ഉയർത്തിയത് ഒരു അബദ്ധമായി പോയി എന്ന് പറയുകയും ചെയ്തത്. അതേപോലെ തന്നെയാണ് രമേശ് ചെന്നിത്തലയാണ് കെ.സി. വേണുഗോപാലിനെ കരുണാകരൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നതും അദ്ദേഹത്തെ KSU പ്രസിഡന്റാക്കുന്നതും മുൻകൈയെടുത്തതൊക്കെ തന്നെ ആ രമേശ് ചെന്നിത്തലയും കെ.സി. വേണുഗോപാൽ പിന്നീട് തള്ളിപ്പറയാണ് ചെയ്തത്. എന്ത് തന്നെയാലും കെ.സി. വേണുഗോപാലിൻ്റെ പ്രവർത്തനം അദ്ദേഹം വളരെയധികം ശ്രദ്ധിക്കപ്പെടുന്ന ഒരാളാണ്. കേരളത്തിലെ വി.ഡി. സതീശനെ പോലെയുള്ള ഒരാൾ പരമാവധി കോൺഗ്രസിന് ഏറ്റവും അധികം എന്നും പിന്തുണ നൽകുന്നത് ആരാണ്? മുസ്ലിം ലീഗാണ്. ആ മുസ്ലിം ലീഗിൻ്റെ പിന്തുണയോട് കൂടി തന്നെ, കാരണം മുസ്ലിം ലീഗ് പരസ്യമായിട്ട് കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രിയാവുന്നതിനെ എതിർക്കുകയാണ്. എന്നിട്ട് പോലും അത്രയധികം ഇൻഫ്ലുവൻസ് ആണ് കോൺഗ്രസിനകത്ത് മുസ്ലിം ലീഗിനുള്ളത്. മറ്റെല്ലാ പാർട്ടികളും കോൺഗ്രസിനെ കൈയൊഴിഞ്ഞപ്പോഴും മുസ്ലിം ലീഗാണ് കൂടെ നിന്നത്. അങ്ങനെയുള്ളൊരു മുസ്ലിം ലീഗിൻ്റെ എതിർപ്പുണ്ടായിട്ട് പോലും കെ.സി. വേണുഗോപാൽ കോൺഗ്രസിൻ്റെ നേതൃസ്ഥാനത്തേക്ക് വരുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ മിടുക്ക് കൊണ്ട് മാത്രമാണ് എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയൂ.